Hi, I am Sanila. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് ന്യൂക്ലിയസ് സെൻറ്ററിനെ പറ്റി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു March 27 അല്ലെങ്കിൽ April 1 എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞു. അപ്പോഴായിരുന്നു ലോക്ക്ഡൗൺ വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലാസ് ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞ ഡേറ്റിന് ഒട്ടും തന്നെ ഡിഫറൻസ് ഇല്ലാണ്ട് April 1 തന്നെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് 4 സെക്ഷനായിട്ട് ഒരു സെക്ഷൻ 1 hour വീതമായിട്ടായിരുന്നു ക്ലാസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കെമിസ്ട്രി ഫിസിക്സ് പോലുള്ള ലെങ്തി ചാപ്റ്റേഴ്സാണ്, 1 hour കൊണ്ട് എന്തായാലും ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവില്ല വിചാരിച്ചു. പക്ഷെ എൻ്റെ തിങ്കിങ് ടോട്ടലി ചേഞ്ച് ചെയ്തു. ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടോ, ഗ്രാഫ് ഉണ്ടോ, തിയറി ബേസ് ആയിട്ട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഷോർട്ടാക്കി സ്ലൈഡ് പോലെ പ്രിപ്പയർ ചെയ്ത് സാർസ് ഒരുങ്ങി വരുന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും. അതുപോലെ തന്നെ സെക്ഷന് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ 5 minute മുൻപെങ്കിലും സാർ അവിടെ റെഡി ആയിട്ട് ഇരിക്കേണ്ടാവും സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ 1/2 hour കൊണ്ട് അവർ തിയറി ബ്രീഫായിട്ട് കവർ ചെയ്യാൻ നോക്കും. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇക്വേഷൻ, കുറച്ച് ഫോർമുലേസ്, കുറച്ച് തിയറി ബേസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്ലാസ് അസൈൻമെൻറ്റ്സിൽ തന്നെ ആ പറയാത്തതായിട്ടുള്ള ഇക്വേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെയ്യിപ്പിച്ചതും. അതും സൊല്യൂഷൻ മാനുവലിൽ സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ അവരായിട്ട് തന്നെ എഴുതി ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈസിലി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് എഴുതി ഞങ്ങൾക്ക് കാണിച്ചു തരും. സോ അത് ഞങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാണ്. കാരണം അവർ എഴുതിയിട്ട് കാണിക്കുമ്പോൾ ഓരോ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ സാധിക്കും. അതേപോലെ തന്നെ എൻട്രൻസ് പോലുള്ള എക്സാമിൽ മെയിനായിട്ട് ടൈം ഡ്യൂറേഷനാണ്. സോ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ ഓരോ ഷോർട്ട് കട്ട് എങ്ങനെയൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. ഓരോ ഷോർട്ട് കട്ട്, ഇഷ്ടം പോലെ ഷോർട്ട് കട്ട് സേഴ്സ് പറഞ്ഞുതരും. അതേപോലെ തന്നെ ബയോളജിയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്ക് വാസ്റ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ ബുക്ക് വായിക്കണ ശീലം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ബുക്ക് വായിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സായാലും സാറായാലും ഓരോ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് അതിൽ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഓരോ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനും തോന്നും. അതേപോലെ തന്നെ ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. നമുക്ക് ആ ചാപ്റ്ററിനെ പറ്റി ഓവറോൾ ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെ ഇക്വേഷനാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് അതിന്ന് വരികയെന്ന് ഓവറോൾ ഒരു ഇത് കിട്ടും. അതേപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന പേജ് നമ്പറിൽ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞ് നമുക്ക് പേജ് നമ്പർ അടക്കം ടീച്ചറായാലും സാറായാലും എല്ലാവരും പറഞ്ഞു തരാറുണ്ട്. അതേപോലെ തന്നെ ബയോളജി ക്ലാസ് അസൈൻമെൻറ്റിലെ മൊത്തം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും. ചില ടൈമിൽ കുഞ്ഞു ചാപ്റ്റേഴ്സൊക്കെ ബയോളജിയിൽ വരാറുണ്ട്. അപ്പോൾ തിയറി ബ്രീഫായിട്ട് പറഞ്ഞ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് പിന്നെയും ചിലപ്പോൾ 1 hour കുറച്ച് ടൈമുണ്ട്. സോ ആ ടൈമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആക്കും. ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാണ്ട് അത്രയും യൂസ്ഫുള്ളായിട്ടാണ് ഓൺലൈൻ ക്ലാസ് പോകുന്നത്. ടീച്ചേഴ്സ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഷാജി സാറിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതായത് എൻട്രൻസ് പോലുള്ള എക്സാമിൽ അപ്പം തന്നെ കുറേ അപ്ഡേറ്റ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ ചിലപ്പോൾ അതൊന്നും നമ്മൾ കെയർ ചെയ്യില്ല. പക്ഷെ സാറ് സെക്ഷൻ തുടങ്ങുന്നതിൻ്റെ 5 minute മുൻപ് പറയും എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 minute കുറച്ച് കാര്യങ്ങൾ കുട്ടികളോട് പറയാനുണ്ട്. പോയിട്ട് സാറ് വന്നിട്ട് ഓരോ അപ്ഡേറ്റ് തരും. അതിൻ്റെ ഞാൻ ലിങ്ക് അയച്ചു തരാം, നിങ്ങളത് കയറി സെർച്ച് ചെയ്യൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പറഞ്ഞിട്ട് ഓരോ ലിങ്ക് അയച്ചു തരും. ഓരോ കാര്യങ്ങൾ, ഓരോ അപ്ഡേറ്റൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് സാറ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈമുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞിട്ട് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നമുക്ക് പറ്റില്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറിൻ്റെ വോയിസായിട്ട് കോൺഫിഡൻസ് നമുക്ക് വരും. അതേപോലെ തന്നെ ടീച്ചേഴ്സായാലും സാറായാലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. സോ ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുറകെ പ്രവർത്തിക്കണ എല്ലാ ടീച്ചേഴ്സിനായാലും സാറിനായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ബൈ.
redefining the style of learning science. Nucleus, the center of science.